പാലട പായസം. ഞാനും ഏതാ ചെമ്പ് ഗ്ലാസ്. ഒന്നുമില്ല, ഗുരുവായൂർ പോയപ്പോൾ വരുന്ന വഴിക്ക് നല്ല അടിപൊളി ഈ സമയത്ത് തണുപ്പുള്ള ഈ മഴക്കാലത്ത് അടിപൊളി പാലട പായസം. അതും കോയ ബസാറാണ് കേട്ടോ സ്ഥലം. എന്താ ഇവിടെ വിത്ത് ലൂസാക്കി മറ്റേ ഗ്ലാസ്സിലും കൊടുക്കുന്നുണ്ട്, അതേമാതിരി പാലട പാക്കിങ് ഉണ്ട് കേട്ടോ. കുടിച്ച് നോക്കാം എന്താ പാടുന്നു. അടിപൊളി കേട്ടോ, അടിപൊളി ഒന്നും പറയില്ല. കട തരുന്നാ അബ്ദുൽ ഖാദർക്കാടെ ചെറിയൊരു മിനി ഷോപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് ഉള്ളവരൊക്കെ വരിക, ഓക്കെ. ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്യാം. ഇതിൻ്റെയൊക്കെ വില എങ്ങനെയൊക്കെ? 1 ലിറ്റർ 240 അല്ലേ? ഇത് 1 ലിറ്റർ അല്ലേ? ഇത് 1/2 ലിറ്റർ. 4 ലിറ്റർ എത്രയാ? 120. പരിപ്പിന് എത്രയാ? 1/2 ലിറ്റർ 140 അല്ലേ? ഓക്കെ. ഈ ഒരു ഗ്ലാസ്സിന് എത്രയാ? 40 രൂപ. ഈ ഒരു ഗ്ലാസ്സിന് കണ്ടില്ലേ, നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. 40 റുപ്യ. ഇത് ഇവിടെ തന്നെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതല്ലേ? നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണോ? വീട്ടിലുണ്ടാക്കി കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ ഈ പഞ്ചാരമുക്കുന്ന ഗുരുവായൂർ പോണ റൂട്ടിൽ കോയ ബസാർ ഈ ഒരു സ്ഥലത്ത് ആൾക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ട്ടാ. ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ അബ്ദുൽ ഖാദർ ഖാനായിട്ട് നമ്മൾ പരിചയപ്പെട്ടപ്പോൾ നമ്മുടെ അബ്ദുൽ ഖാദർ ഖാ എന്താ വെച്ചാൽ വരുന്നത് തിരൂരിൽ നിന്നാണ് കേട്ടോ. അല്ല അബ്ദുൽ ഖാദർ ഖാ തിരൂരിൽ നിന്നാണ് നമ്മുടെ ഖാദർ ഖാ. തിരൂരിൽ നിന്ന് വരുന്നിട്ട് ഇവിടെ ഓട്ടോറിക്ഷയിലാണ് വരിക, എന്നിട്ട് ഇവിടെ നിന്നാണ് സെറ്റപ്പും കാര്യമാക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു എന്താ പറയുക വർക്കിൻ്റെ സ്പിരിറ്റും അതുപോലെ തന്നെ ഒരു എന്താ പറയുക അടിപൊളി കേട്ടോ, ഒന്നും പറയാനില്ല അല്ലേ? അതെ. പിന്നെ പാടൂര്, അതേമാതിരി തന്നെ മുല്ലശ്ശേരി, പിന്നെ മനക്കുടി, മാഞ്ഞാളി, ഗണേശ് മംഗലം, അവിടെയൊക്കെ അവിടുന്നൊക്കെ വരുന്നുണ്ട്. 5 വർഷമായി അതല്ലേ? അപ്പൊ ആ സ്ഥിരം വരുന്ന ആളുകൾ ഇങ്ങനെ വന്നിട്ട് അതെ 5 വർഷമായി ഇവിടെ ഈ ഫീൽഡില് ഈ ലൊക്കേഷനിലോ? അതല്ലേ? ഗുരുവായൂർ പാലസിന് അവിടെ അതല്ലേ? ബോർഡിന് മറവ് വരുന്നുണ്ട്, അവിടെ മാറ്റിയതാ. കച്ചവടം അൽഹംദുലില്ല അല്ലേ? അപ്പൊ എന്നും ഒരേമാതിരി കച്ചവടം ഉണ്ടാവില്ല, സ്വർണ്ണ കച്ചവടം. അതെ അതെ അതെ. അല്ല എന്നാലും ഏകദേശം വൈകിട്ടോട് തരൂല്ലേ? അൽഹംദുലില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്യാട്ടാ. നമ്മുടെ ഖാദർക്കാടെ കൂടെ ഒരു വട്ടെങ്കിലും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്യാട്ടാ. ബോളി എന്ന് വെച്ചാൽ ബോളിയും ചപ്പാത്തി സാധനം അവർക്കറിയാം, യൂട്യൂബിൽ കണ്ട കുട്ടികൾക്കൊക്കെ. ബോളിയിലെ ബോളി എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്നാ പറയുന്നത് കേട്ടോ. ഇവിടെ കഴിക്കാൻ 60 രൂപ. കഴിക്കാൻ 60 അല്ലേ? ഒരു ബോളിപ്പാട് ഒരു പാക്കറ്റിൽ 4 രൂപ. 4 80 രൂപ. ഓക്കെ. സാധനം ഇപ്പൊ ഉണ്ടോ അവിടെ? സാധനം കഴിച്ചിട്ട് ബോളി എന്ന് പറയൂട്ടാ. ബോളി അത് ഇവിടുന്ന് കഴിക്കുന്ന ഐറ്റംസ് അല്ലേ? അല്ലെങ്കിൽ പാർസൽ കൊണ്ടുപോവാ ഒക്കെ ചെയ്യാറേ. ഒരു പീസ് 20 രൂപ. ഒരു പീസ് 20 രൂപ അല്ലേ? ഒരു ബോളിപ്പാടിന്റെയും ഒരു പായസം കൂടി പ്ലേറ്റ് വെച്ചാൽ 60 രൂപ. ആ പ്ലേറ്റിൽ കഴിച്ചിട്ട് സെറ്റ് ആക്കാണെങ്കിൽ ഓക്കെ ഓക്കെ. കൊണ്ടുപോവാണെങ്കിൽ ഒരു 1/2 ലിറ്റർ പാലിന്റെയും ഒരു പാക്കറ്റ് ബോളി വെച്ചെങ്കിൽ 200 രൂപ അല്ലേ? 120, 80. അതെ അതെ. അപ്പൊ എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്യാട്ടാ. അപ്പൊ ഓക്കെ. അപ്പൊ ഖാദർ ഖാനപ്പം